സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ഒരിക്കലും ബുദ്ധിയിൽ മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത ഒന്നാകുന്നു. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച ഉയർപ്പിൻ്റെ അനുഭവം നമ്മിലുള്ളതിനാൽ വിശ്വാസപൂർവം ദൈവത്തിൻ്റെ ശക്തി ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഈ ശക്തിയുടെ പ്രകടമായ ഏറ്റവും വലിയ മാതൃക പരിശുദ്ധ കന്യക മറിയമാണ്. അതിനാൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭാപഠനങ്ങൾ ശ്രവിക്കുവാനായി ഒരുങ്ങാം. സർവശക്തനായ ദൈവപിതാവിലുള്ള നമ്മുടെ വിശ്വാസം തിന്മകളും വേദനകളും നിമിത്തം പലപ്പോഴും പരീക്ഷണ വിധേയമായേക്കാം. ദൈവം ചിലപ്പോഴൊക്കെ സന്നിഹിതനല്ലെന്ന്, തിന്മയെ തടയാൻ അശക്തനാണെന്നും തോന്നിപ്പോകും. എന്നാൽ ദൈവപിതാവ് തൻ്റെ പുത്രൻ സ്വമേധയാ ഏറ്റെടുത്ത നിന്ദാപമാനങ്ങളിലൂടെയും ഉത്ഥാനത്തിലൂടെയും തിന്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സർവശക്തി ഏറ്റവും അഗ്രാഹ്യമായ വിധം വെളിപ്പെടുത്തി. ക്രൂശിതനായ ക്രിസ്തു നമുക്ക്, എല്ലാവരും ശബ്ദമുയർത്തി, ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാകുന്നു. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാളും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരുടെ ശക്തിയേക്കാളും വലുതാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലും മഹത്വീകരണത്തിലും പിതാവ് വിശ്വസിക്കുന്നവരായ നമുക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയും തൻ്റെ ശക്തിയുടെ മഹത്വം എത്ര സമുന്നതമെന്ന് കാണിക്കുകയും ചെയ്തു. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ആ സർവശക്തി നമ്മളുടെ ബുദ്ധിയിലും ബോധ്യത്തിലും അത് മനസ്സിലാവില്ല. അവിടെയും അത് ആ സർവശക്തി തന്നെ നമ്മുടെ ഉള്ളിൽ എരിയണം. മാമോദീസായിലൂടെ നമ്മളിൽ ലഭിച്ചിരിക്കുന്ന ആ ഉയർപ്പിൻ്റെ, യേശുവിൻ്റെ മരണവും ഉത്ഥാനവും നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സർവശക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിൽ ഇല്ലെങ്കിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുമോ? മറിയം എന്തുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് ധൈര്യമായിട്ട്? മറിയത്തിന് വിശ്വാസമുണ്ട്. എന്തുകൊണ്ട് വിശ്വാസമുണ്ട്? മറിയത്തിൽ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി മുൻപേ പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഉത്ഥാനത്തിൻ്റെ അരൂപി ആണ് മറിയത്തിന് അമലോത്ഭവത നൽകിയത്. ക്ലിയർ? മറിയം അമലോത്ഭവമായി പിറന്നത് ആരുടെ ശക്തി കൊണ്ടാണ്? ഉത്ഥിതനായ ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി പിന്നോട്ട് ചെന്ന് അമ്മയുടെ ഗർഭത്തിൽ പ്രവർത്തിച്ച് അവളിൽ ജന്മപാപത്തെ തടസ്സപ്പെടുത്തി. അങ്ങനെ മറിയത്തിന് ഉത്ഥാനത്തിൻ്റെ ശക്തി. അപ്പോൾ സർവശക്തൻ്റെ ശക്തി മറിയത്തിൻ്റെ ഉത്ഭവത്തിൽ തന്നെ അനുഭവമായിരിക്കുന്നത് കൊണ്ട് ഈ കുരിശിൻ്റെ ജ്ഞാനം മറിയത്തിന് അറിയാമായിരുന്നു. കുരിശിൽ യേശുവിനെ കൊല്ലുന്നത് നോക്കി നിൽക്കുകയാണ്. അതെ, അപ്പോൾ എന്താ മറിയത്തിൻ്റെ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഉള്ളിൽ മുഴങ്ങുന്നത്. അതുകൊണ്ടാണ് മറിയം മാത്രം ഈ കബറിടത്തിലേക്ക് യേശു ഉയർത്തുന്ന അറിഞ്ഞിട്ട് പലരും അങ്ങോട്ട് ഓടി. എന്നാൽ മറിയം അങ്ങോട്ട് ഓടിയില്ല. മറിയം ഓടിയതായിട്ട് കാണണ്ടോ? എല്ലാവരും അങ്ങോട്ട് ഓടി, പക്ഷെ മറിയം ഓടിയില്ല. കാരണം മറിയത്തിന് മുൻപേ തന്നെ അറിയാമായിരുന്നു യേശു ഉയർക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വിസ്തരിച്ച് പോവാം. സർവശക്തൻ എന്നതിൽ യേശുവിൻ്റെ, അപ്പോൾ ക്രിസ്തീയതയുടെ വലിയൊരു രഹസ്യം ഇതാണ്. മറ്റെല്ലാ മതങ്ങളിലും ദൈവത്തെ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവമാണെന്നും ഉയർപ്പിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി എന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഉയർപ്പിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം. തുടർന്ന് 273 ദൈവത്തിൻ്റെ അനന്തശക്തിയുടെ അഗ്രാഹ്യ വഴികൾ പുൽകുവാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ. ക്രിസ്തുവിൻ്റെ ശക്തിയെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനായി പ്രസ്തുത വിശ്വാസം
അതിൻ്റെ ബലഹീനതയിൽ അഭിമാനിക്കുന്നു. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുകയും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് ദൈവത്തെ പ്രകീർത്തിക്കുവാൻ കഴിയുകയും ചെയ്തവളാകയാൽ പരിശുദ്ധ കന്യാമറിയമാണ് ഈ വിശ്വാസത്തിൻ്റെ പരമമായ മാതൃ. പ്രൈസ് ദ ലോർഡ്. ഇത് വായിക്കാണ്ടതിന് ഓട്ടോമാറ്റിക്കലി നമ്മൾ അമ്മയിലേക്ക് വന്നു ഇല്ലേ? സോ മേരി ഈസ് എ യുണീക്ക് മോഡൽ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, ഹെർ ഹീറോയിക് ഫെയ്ത്ത് എന്ന് പറയുന്നത് മറിയം ദൈവത്തിൻ്റെ ഈ സർവശക്തൻ എന്നതിൽ വിശ്വാസം മറിയത്തിന് എളുപ്പമായിരുന്നു. അവനൊന്നും അസാധ്യമല്ല എന്നത് വിശ്വസിച്ചു. അടുത്ത പാരഗ്രാഫ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ചിന്തയെ, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഒന്ന് വായിച്ചേ, ഒന്ന് ശബ്ദമുയർത്തി വായിച്ചേ, ഇതൊന്ന് താലോലിച്ചേ ഈ വാക്കുകളെ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ചിന്തയെ നമ്മുടെ മനസ്സുകളിൽ ദൃഢപ്പെടുത്തുന്നതാണ് നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയെയും ഉറപ്പിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ മാർഗം. ദൈവത്തിൻ്റെ അനന്തശക്തി എന്ന ആശയം ഉൾക്കൊള്ളാൻ ഒരിക്കൽ നമ്മുടെ യുക്തിക്ക് കഴിഞ്ഞാൽ നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അവ പ്രവൃത്തിയുടെ സാധാരണ നിയമങ്ങളെ അതിശയിക്കുന്ന മഹത്തരവും അത്ഭുതകരവുമായ കാര്യങ്ങളായാൽ പോലും നിഷ്പ്രയാസം യാതൊരു വൈമനസ്യവും കൂടാതെ അംഗീകരിക്കാനാകും. ഞാനിപ്പോൾ എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞു, ബ്രദർ പണ്ട് പറയാറുള്ളൊരു കാര്യം ഞങ്ങൾ ഓർത്തു എന്ന് പറഞ്ഞു. ഇതാണ്, ഞാനൊരു ഫാക്ടറിയിൽ ജോലിക്ക് പോയിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് വിശ്രമ മുറിയിൽ കിടക്കുമ്പോൾ ഒരാൾ ഒരു കഠാരിയുമായിട്ട് എൻ്റെ മുറിയിൽ കയറി വന്നിരിക്കുന്നു എന്നെ കൊല്ലാൻ. അയാളുമായിട്ട് അന്ന് രാവിലെ ഒരു ചെറിയ പരാമർശം ഉണ്ടായതാണ്. എനിവേ, വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഇയാൾ വന്നിട്ട് ആക്രോശിക്കുകയാണ്, ഇപ്പം നിൻ്റെ കൂടെ ആരുണ്ട്? അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഫാക്ടറിയിലായിരുന്നു. അവിടെ എൻ്റെ കൂടെ തന്നെ ഒരുപാട് തൊഴിലാളികളും അവിടുത്തെ സെക്യൂരിറ്റി ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവൻ ആ നേരത്ത് എന്നെ അവിടെ തല്ലിപിടിക്കാൻ വന്നപ്പോഴേക്കും മറ്റുള്ള ആൾക്കാരവിടെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ ഈ മുറിയുടെ അകത്ത് കടന്നിട്ട് കഥ അടച്ചു അകത്ത്. ഞാൻ ഇപ്പോൾ സാധാരണ ഒരു ഗസ്റ്റ് ഹൗസൊക്കെയാണ്, ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കിടക്കുമ്പോൾ കഥ അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഞാൻ കഥ അടച്ചില്ലായിരുന്നു. ഇവനകത്ത് കിടന്ന് കഥ അകത്തുനിന്ന് അടച്ചിട്ട് കഠാരിയുമായിട്ട് നിന്നിട്ട് ആക്രോശിക്കുകയാണ്, ഇപ്പം നിൻ്റെ അടുത്ത് ആരുണ്ട് കൂടെ? നിന്നെ ഞാൻ കഷ്ണം കഷ്ണമാക്കും. മായി തുംകോ തുക്കട തുക്കട കറതൂങ്ക തുമാരെ സാത്ത് കോൻ ഹേ. ശരിയാണല്ലോ അല്ലേ? പെട്ടെന്ന് എനിക്കൊരു വീണ്ടും വിചാരം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ ആരുമില്ലല്ലോ, ഇപ്പം ഇവനെന്നെ ശരിക്ക് തട്ടും. എൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. എനിക്ക് ബോംബെയിൽ എത്താനും പറ്റില്ല, എൻ്റെ ഭാര്യനെയും പിള്ളേരെ കാണാനും പോകാൻ പറ്റില്ല. ഇവൻ എന്നെ ഇപ്പോൾ കഷ്ണം കഷ്ണമാക്കി. ഇവനെന്താ, ഇവൻ 2-3 കൊലപാതകം നടത്തിയേക്കണവർക്ക് ഒരെണ്ണം കൂടി നടത്തണതിന് അവനെ സംബന്ധിച്ച് ഒരേ അന്ത്യം തന്നെ അവന്. ഇതൊക്കെ പെട്ടത് ഇങ്ങനെ വന്നപ്പോൾ, പക്ഷെ ആ സമയത്തെ വേറൊരു ശബ്ദം, ഇഫ് ഗോഡ് ഈസ് ഫോർ us, ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് us? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും? ഈ വചനം ഇങ്ങനെ എൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ മുഴങ്ങുകയാണ്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുകയാണ്, നിൻ്റെ കൂടെ ആരുണ്ട്? ഞാൻ നിന്നെ ഇപ്പം കഷ്ണം കഷ്ണമാക്കും. തുമാരെ സാത്ത് കോൻ ഹേ മൈ തുംകോ തുക്കട തുക്കട കറതൂങ്ക. അപ്പോൾ എൻ്റെ അകത്തുനിന്ന് പറയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇത് ഞാൻ കേട്ട മാത്രയിൽ എനിക്ക് എന്തോ ഒരു വലിയ ശക്തി, ഞാനങ്ങൊരു മസിൽമാൻ്റെ മാതിരി അങ്ങ് ആകാൻ പോണമായിരുന്നു. എനിക്ക് വലിയൊരു ശക്തി എന്നിലങ്ങ് ഇരച്ചു കയറേണ്ട ഒരു അനുഭവമാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ അവൻ്റെ പിച്ചാത്തി എതിരെ എങ്ങനെ പ്രവർത്തിക്കണം ഇപ്പം? പക്ഷെ എനിക്ക് ഉടനെ എൻ്റെ അധരത്തിലൊരു വാക്ക് വരികയാണ്, നീ എന്താ പറഞ്ഞത്? എൻ്റെ കൂടെ ആരുമില്ലെന്നോ? എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. നീ കഠാരിയുമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, അപ്പം നിൻ്റെ കൂടെ ആരാ ഉള്ളത്? ഇത്ര ഞാൻ പറഞ്ഞു. നിൻ്റെ കൂടെ പിശാചാ ഉള്ളത്, എൻ്റെ കൂടെ ദൈവവും. ഇപ്പം ആരാ ജയിക്കാൻ പോണെന്ന് കാണാം. ഞാനിത് പറയല്ല
എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇഫ് ഗോഡ് ഈസ് ഫോർ us, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയല്ല. അവൻ ഉടനെ അന്താളിച്ച് ഇങ്ങനെ അലറി. ഡെലിവറൻസ് നടക്കുകയാണ് അവിടെ. അപ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങ് പുറകോട്ട് പോയി. അതായത് എൻ്റെ ഈ വചനത്തിൻ്റെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ഒരു വെടിവെച്ച മാതിരി അവന് തോന്നണത്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against me? ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൻ പുറകോട്ട് പോയി. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ അവനവിടെ താഴെ വീണു. കണ്ടോ, ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത് ഏതെങ്കിലും തരത്തിൽ എന്നിൽ നിന്ന് അകറ്റാൻ പറ്റുമോ? അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടായി കഴിയുമ്പോൾ, അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടായി കഴിയുമ്പോൾ, അങ്ങനെ എന്തോ അല്ലേ ഇവിടെ പറയണേ, ഒന്ന് വായിച്ച്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ചിന്തയെ നമ്മുടെ മനസ്സുകളിൽ ദൃഢപ്പെടുത്തുന്നതാണ് നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയെയും ഉറപ്പിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ മാർഗം. അപ്പോൾ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനുഭവങ്ങൾ ഉണ്ടായോ ഇല്ലയോ, പക്ഷേ വിശ്വാസത്തിലൂടെ നമ്മൾക്കതിൽ പടർന്നു കയറാൻ സാധിക്കും. ദൈവത്തിൻ്റെ അനന്തശക്തി എന്ന ആശയം ഉൾക്കൊള്ളാൻ ഒരിക്കൽ നമ്മുടെ യുക്തിക്ക് കഴിഞ്ഞാൽ, അതാണ് ഒരിക്കൽ നമ്മുടെ യുക്തിക്ക് കഴിഞ്ഞാൽ നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അവ പ്രകൃതിയുടെ സാധാരണ നിയമങ്ങളെ അതിശയിക്കുന്ന മഹത്വരവും അത്ഭുതകരവുമായ കാര്യങ്ങളായാൽ പോലും നിഷ്പ്രയാസം യാതൊരു വൈമനസ്യവും കൂടാതെ അംഗീകരിക്കാനാവും. ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ എത്രയെല്ലാം പ്രകീർത്തിച്ചാലും ഇറ്റ് ഹാസ് ടു ബി എൻ എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ്, ഇല്ലേ? അതൊരിക്കൽ നമ്മളൊന്ന് അനുഭവമാകണം. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ ആ സർവശക്തി നമ്മൾ പിന്നെ പറയുന്നതിലും മറ്റുള്ളവരോട് പറയുന്നതിലും മറ്റുള്ളവരോട് ഉറപ്പിച്ച് പറയുന്നതിനൊക്കെ എന്തോ ഒരു കൺവിക്ഷനായിരിക്കും. യെസ്, നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് പാലായിലെ മറ്റോ കൺവെൻഷൻ നടക്കുമ്പോൾ വലിയ ജനാവലി. അപ്പോൾ കൺവെൻഷൻ്റെ അവസാനത്തിൽ രോഗശാന്തി പ്രാർത്ഥന നടത്തുകയാണ്. വലിയ ജനാവലി, ഒരു 10,000-30,000 ആളുകളുണ്ടാവും. ഈ രോഗശാന്തി പ്രാർത്ഥന ശക്തമായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വോളണ്ടിയർ ഒരാൾ വന്നിട്ട് എന്നെ വഴക്ക് പറയാം. ഞാനിവിടെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് രോഗശാന്തി നടത്തുന്നത്? ഇവിടെ ഭയങ്കര അഭിഷേകത്തിൽ പ്രാർത്ഥന നീങ്ങാം. ഒരു രോഗമില്ലാത്ത ആൾക്ക് ഇപ്പോൾ സുഖേടായക്കണം, ഇവിടെ കിടന്നത് വേദന കൊണ്ട് പൊളയണം, താൻ എന്ത് രോഗശാന്തി നടത്തണേ? മനസ്സിലായോ? അപ്പോൾ എനിക്കെന്തോ ഒരു രോഗമില്ലാതെ വന്ന ഒരാൾക്ക് ഇപ്പോൾ ഭയങ്കര വേദനയായിട്ട് അവിടെ കിടന്ന് പൊളയണം, താൻ എന്ത് രോഗശാന്തി നടത്തണേ? ഇങ്ങനെ എന്നോട് ചോദിക്കുക. ഈ ശുശ്രൂഷയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സമയത്തൊക്കെ സ്നേഹത്തിൽ പിടിച്ച് നിൽക്കണം അവിടെ സർവശക്തൻ. ഞാൻ ഉടനെ ഗായക സംഘത്തിനോട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിക്കാൻ പറഞ്ഞുകൊണ്ട് പതുക്കെ ഇവനിപ്പോൾ ഉടനെ അറ്റൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അവനവിടെ പ്രശ്നം ഉണ്ടാക്കും, ആകെ കോലാഹലവും. ഞാൻ പറഞ്ഞിട്ട് വന്നേ, എന്ത് പറ്റി? അവിടെ ഒരു പെണ്ണിന് ഭയങ്കരമായിട്ട് വേദനിച്ച് കിടന്ന് പൊളയാണ്. ശരി, ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വോളണ്ടിയറാ, എന്നാലും മറ്റൊരാളുടെ പ്രയാസം കണ്ടപ്പോൾ ഉണ്ടായ ഉടനെ 2-3 വോളണ്ടിയേഴ്സ് കൂടി ആ പെണ്ണിനെ ചുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നല്ല സ്തുതിപ്പ് നടക്കാണ്. ഈ സ്തുതിപ്പിൻ്റെ ഇടയിൽ ആരും ഇത് കാണണില്ല അധികം. ഞാൻ ചോദിച്ചത് ആരാ അത്, എന്താ അത് പറ്റിയേ? അപ്പോൾ ഈ പെണ്ണിൻ്റെ കാലിനെ വേദനിച്ച് കിടന്ന് പൊളയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവേണ്ടത്, പറയാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അവരെൻ്റെ വീട്ടിലെ വേലക്കാരിയാണ്,
ഞാൻ കൊച്ചിനെ നോക്കാനായിട്ട് ആളില്ലാഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടുവന്നതാണ്. അയാൾ ക്രിസ്ത്യാനിയൊന്നും അല്ല, പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതേ വേദനിച്ച് കിടന്ന് പൊളയാണ്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ. പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദന ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്തുണ്ടായിരുന്നു? അതിൻ്റെ കാലിന് കുറച്ച് നീളം കുറവായിരുന്നു. എനിക്ക് ആ നേരത്തുണ്ടായ ദൈവാനുഭവം അവർ പറയുകയാണ്, എൻ്റെ കാലിന് കുറച്ച് നീളം കുറവുണ്ടായിരുന്നു. എത്ര കുറവുണ്ടായിരുന്നു? അതൊരു മുടന്തിയായിരുന്നു. ഒരു 6 ഇഞ്ച് കാലിന് നീളം കുറവായിരുന്നു. ഇപ്പം നോക്കി എന്താ നോക്കുമ്പോൾ കാല് നീളം കൂടിക്കൊണ്ടിരിക്കണു. കാല് നീളം കൂടിക്കൊണ്ടിരിക്കണു. ഞാൻ പറയണത് ഇത് കണ്ടോ, വെറുതെ ആണോ കിടന്ന് കരയണേ? കാലിൻ്റെ അസ്ഥി നീളം വെച്ചുകൊണ്ടിരിക്കണേ, കണ്ണെന്ന് കാണണില്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൂടി കിടന്ന് വാവിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആളുകൾ ഓടിയെത്തി. അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ നീളം കൂടണമെന്ന് കാണാൻ വേണ്ടി, ഒന്ന് തൊടാൻ വേണ്ടി ഓടിയെത്തി. എന്തൊരു ഫീലിംഗ് ആണില്ലേ? നമ്മൾ അത്ഭുതങ്ങൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടിട്ടല്ലേ ഉള്ളൂ. മുടന്ത് നടക്കണതൊക്കെ ഇത് ശരിക്കും കാലിന് നീളം കൂടുന്നതാ. എല്ല് ഇങ്ങനെ നീളം കൂടണത്, ആ നേരത്ത് മാംസം വലിയണത്, ആ നേരത്ത് ഈ മജ്ജ വലിയണ നേരത്തുള്ള വേദന കൊണ്ട് ഇത് കിടന്ന് പൊളയണത്, ഇതൊക്കെ. അപ്പോൾ ഞാൻ ആ വേദനിക്കാനുള്ള ശക്തി കൊടുക്കണം. കർത്താവിനെ എപ്പോഴും നീ സ്വീകരിക്കുക. ഇത് വേദന കർത്താവിന് സമർപ്പിക്കുക. എല്ലിന് നീളം കൂട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെടുന്നത്, നിൻ്റെ മുടന്ത് കർത്താവ് എടുത്ത് മാറ്റുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അത് വീണ്ടും എല്ലിന് കൂടുതൽ നീളം കൂടണം. അങ്ങനെ 6 ഇഞ്ചോളം നീളം കുറഞ്ഞ ആ സഹോദരിയുടെ കാലിന് നീളം കൂട്ടി സമാസമമായി ഒത്തിരി കുറവുണ്ടായുള്ളൂ. എന്നിട്ട് അവൾ ആ സ്റ്റേജിൽ നടക്കപ്പോൾ അവിടെ ഉണ്ടായ ജനങ്ങളുടെ ആ വലിയ സ്തുതിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു പ്രാവശ്യം നമ്മൾ കണ്ടറിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്ന അനുഭവം നോക്കി. അപ്പം ഈ ഒരത്ഭുതം ഒരു പ്രാവശ്യം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരെണ്ണം ഒന്ന് അനുഭവിക്കുന്നത് നല്ലത് തന്നെയാണ്. പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, എന്ത് വലിയ സുവിശേഷ പ്രഘോഷണമാണ് അക്രൈസ്തവയായ അവളിലൂടെ കർത്താവ് നടത്തിയത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, നീ സാവധാനം ഇനി പ്രാർത്ഥിക്കണം എന്നും കർത്താവിനോട്. അപ്പോൾ പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കൺവെൻഷനായിരുന്നു. അവിടെ വന്ന് ശരിക്കും അവൾ നടന്ന് കയറി ആ സ്റ്റേജിൽ കയറി സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും ഇങ്ങനൊരു ഡയമെൻഷനുണ്ട്. ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിച്ചറിയണം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ 400 വർഷത്തോളം ആ കഠിനമായ അടിമത്വത്തിൽ കടന്ന അവരെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദൈവം മോശയെ അയച്ചുകൊണ്ട് എന്താണ് അവിടെ ചെയ്തത്? സർവശക്തനായ ദൈവത്തിൻ്റെ 10 പ്രകടനങ്ങൾ അവിടെ നടത്തിയപ്പോഴാണ് ആ അന്ധകാര ശക്തിക്ക് ഇന്ന് വിടുതലുണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ആ ശക്തി പ്രകടമാകുമ്പോൾ ആ പ്രകടനത്തിലുണ്ടാകുന്ന ഒരു സ്ഫോടക ശക്തിയാണ് അന്ധകാരത്തെ തകർക്കുന്നത്. 10 അത്ഭുതങ്ങൾ അവിടെ നടത്തുകയാണ്. ആ അത്ഭുതം അവിടെ നടന്നപ്പോൾ ആ അത്ഭുതങ്ങളിൽ ഉണ്ടാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആ ശക്തി പ്രകടനത്തിൻ്റെ സ്ഫോടക ശക്തി, ചാലക ശക്തി അവിടെ പ്രസരിക്കുകയും അവർക്ക് മറ്റ് ശക്തികളെല്ലാം നിർവീര്യമാകുകയും ചെയ്യും. അവിടെ മറ്റു ശക്തികളൊക്കെ അവിടെ നിർവീര്യമാകുന്നു. പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു പൊടിമീൻ പോലും കിട്ടാണ്ട് പാവം എന്നാൽ ശരി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് വന്ന് വള്ളം കെട്ടുന്ന നേരത്ത് ഒരാൾ വന്നിട്ട് ആ വള്ളത്തിൽ പോയി കാലുകുത്തി. വല്ല കാര്യം ഉണ്ടായിരുന്നു? അവിടെ വേറെ എന്തോരം വള്ളം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഞാനൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ എൻ്റെ വള്ളത്തിലാണല്ലോ ഇയാൾ വന്ന് കാല് കിട്ടിയത്. പക്ഷേ ഇയാൾക്കന്ന് അറിയായിരുന്നു, ഈ വള്ളത്തിൽ കാലുകുത്തലിലൂടെ ഈ സർവശക്തൻ ഇയാളെ ആരാക്കാൻ പോകുന്നു? ആദ്യത്തെ മാർപ്പാപ്പയാക്കാൻ പോകുന്നു, നീ പാറയാക്കും. ഇതൊക്കെ ഇയാൾക്കറിയായിരുന്നു, പക്ഷെ സർവശക്തന് അറിയാം. ഈ വള്ളത്തിൽ കാലുകുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞേ, ഇത്തിരി വള്ളമൊന്ന് ഇത്തിരി അങ്ങനെ മാറ്റിയിട്ടെ, വള്ളമൊന്ന് ഇത്തിരി മാറ്റിയിട്ടുണ്ടോ. ഇങ്ങനെ പടിപടിയായിട്ടാണ് കർത്താവ് പറയുള്ളൂ, മുഴുവൻ ആദ്യമൊന്നും പറയൂല. ശരി എന്നാൽ ഇത്തിരി അങ്ങ് മാറ്റിയിട്ടേക്കാം. അപ്പോൾ ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ ജനങ്ങൾ അഭിസംബോധന ചെയ്ത് ഞാനൊരു 2 വാക്ക് പറഞ്ഞോട്ടെ ശരിയെന്നും പറഞ്ഞ് ഇയാൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ പോയ ആളാണ്, ഇന്നലെയും ഭക്ഷണം കഴിച്ചിട്ടില്ല, രാത്രിയും ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴും വള്ളം അങ്ങോട്ട് മാറ്റിയിട്ട്
വള്ളം മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് അങ്ങ് തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പരിപാടി ഉണ്ടോ? പക്ഷേ ഇയാൾക്ക് ഒരു ക്ഷീണവും ഉണ്ടായില്ല, ഒരു വിശപ്പുണ്ടായില്ല. ഈ വചനം കേട്ടിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറയുകയാണേ, ഇനി നീ വള്ളം അങ്ങ് ദൂരേക്ക് മാറ്റി, ആഴത്തിലേക്ക് വല ഇറക്കി. ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഈ പണി തന്നെ ചെയ്തു, എന്നിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല. ഏതായാലും അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നും കൂടി ഇറക്കാം. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം എന്താ വ്യത്യാസം ഇന്നലെയും ഇന്നും തമ്മിൽ? എന്താ വ്യത്യാസം? ഇന്ന് സർവശക്തൻ നമ്മളുടെ വള്ളത്തിലുണ്ട്. ആ സർവശക്തൻ്റെ സാന്നിധ്യമാണ് അവിടെ. വല ഇറക്കിയപ്പോൾ ഭയങ്കര വലിയ മീൻപിടുത്തം. അപ്പോൾ ആ സർവശക്തൻ്റെ ശക്തിവിശേഷത്തെ ആദ്യമായി കണ്ടു. ഇപ്പോൾ എന്താ അയാൾക്കുണ്ടാവുന്നത്? ഇങ്ങനെ എല്ലാ ദിവസവും നീ എൻ്റെ വള്ളത്തിലിരുന്നോ, നമുക്ക് മീൻ പിടിക്കാമെന്നാണോ പറഞ്ഞത്? എല്ലാ ദിവസവും എൻ്റെ വള്ളത്തിൽ തന്നെ ഇരുന്നോ, എല്ലാ ദിവസവും കർത്താവ് എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വരാനാണോ പറഞ്ഞത്? മറിച്ച് പറഞ്ഞത്, എന്നെ വിട്ടു പോയേക്ക്, ഞാനൊരു പാപിയാണ്. മനസാന്തരത്തിൻ്റെ അനുഭവം, നമ്മളിലുള്ള അജ്ഞത അകലുന്നത് ഈ ദൈവത്തിൻ്റെ സ്ഫോടക ശക്തിയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ആ ശക്തിയുടെ ഒരനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പത്രോസിന് വെളിവ് വന്നു, അല്ലെങ്കിൽ വെളിച്ചം വന്നു. ഞാൻ പാപിയാണേ. പാപത്തെക്കുറിച്ച് വല്ലതും കർത്താവോട് ഇയാളോട് പറഞ്ഞോ? ചിലപ്പോൾ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എനിവേ, അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു അത്ഭുതം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ വലിയ ഒരു കാര്യമായിരിക്കും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്കൊന്നും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ആ സർവശക്തിയും ഹല 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 കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. ഓക്കെ, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? അതാണ് അതിലും വലിയ രസം. ദൈവം വിചാരിക്കുന്നത് നമ്മളൊക്കെ ഇപ്പോൾ അറമേൽ കയറണമെന്നാണ്. നമുക്കാണെങ്കിൽ പറ്റുമില്ല, അല്ലേ? ഇപ്പോൾ പത്രോസിനോട് പറയുകയാണ്, കർത്താവ് വെള്ളത്തിന് മേൽ നടക്കണമെന്ന്. പത്രോസ് പറയണം, എനിക്കൊന്ന് നടക്കണം. ശരി, വാ. എന്നാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു മുക്കുവനല്ലേ, നീ എൻ്റെ ഒപ്പം നടക്കാറായോ? അപ്പോൾ ദൈവം സർവശക്തനാണെങ്കിലും ആ സർവശക്തനായ അവസ്ഥ നമ്മളെല്ലാവരും ആസ്വദിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ഇല്ലേ? അല്ലെങ്കിൽ പത്രോസിനോട് പറയോ, വാ നീ എൻ്റെ കൂടെ നടന്നോ. അങ്ങനെ രണ്ടുപേരും നടക്കണം വെള്ളത്തിൻ്റെ മീതെ. എനിക്കപ്രാപ്യമായ എന്നെ കയറ്റി നിർത്തണമേ, എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാനങ്ങയുടെ കൂടാരത്തിൽ
സുരക്ഷിതനായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ കാറ്റഗിസം പഠിക്കണ നേരത്തെ ഈ പൂട്ടിൻ്റെ ഇടയിൽ ഇത്തിരി തേങ്ങാപ്പിരി ഇട്ടുന്ന മാതിരിയേ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഇത് പഠിപ്പിക്കുമ്പോഴും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് മാത്രം അങ്ങ് പഠിപ്പിച്ച് പോയാൽ തേങ്ങാപ്പീരി ഇല്ലാത്ത പൂട്ടുമായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ആശയം, നിങ്ങളിൽ പലരും ഇത് പഠിപ്പിക്കണമെങ്കിൽ രാവിലെ വ്യക്തിപരമായ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഇത് പഠിപ്പിക്കുന്ന സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമാണ്. ഒരാൾ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതിനെ നമ്മുടെ ജീവിതബന്ധിയാക്കണം. ഓരോ പാരഗ്രാഫുകളിൽ ഇങ്ങനെ പഠിപ്പിക്കണം. പിന്നെ ഇടയ്ക്ക് ഒന്ന് ചർച്ച ചെയ്യിപ്പിക്കണം. സമയം കൂടുതലുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കൂടുതൽ നീളത്തിലുള്ള ക്ലാസ്സുകൾ, ഇപ്പോൾ 1 മാസത്തെ കാറ്റഗിസം കോഴ്സ് നടത്താറുണ്ട്. 1 മാസം. ജർമ്മനിയിലെല്ലാം 1 മാസത്തെ കോഴ്സ് നടത്തിയിട്ടുണ്ട് ജർമ്മൻകാർക്ക് വേണ്ടി. അപ്പോൾ ഉച്ചയ്ക്ക് മുഴുവനും ഡിസ്കഷനാണ്, ചെറിയ ചെറിയ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ആ ഗ്രൂപ്പ് ഡിസ്കഷനുകളിൽ വരുന്ന ഇതുകളിവിടെ ഓരോരുത്തരെടുത്ത് പ്രഖ്യാപിക്കും. അങ്ങനെയൊക്കെയാണ് കുറേയും കൂടി ഇത് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ചർച്ച ആവശ്യമാണ്, ഇതിനെക്കുറിച്ചുള്ള സംസാരം. പിന്നെ 2 തരത്തിലുള്ള പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും ആവശ്യമാണ്.